dear students, today നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഓൾറെഡി പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യമാണ് പറയാൻ പോകുന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ മീനും മീഡിയനും മോഡും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതാണ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. 3 മീഡിയൻ മൈനസ് 2 മീൻ, ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അഥവാ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്ന് മൂന്നും കൂടെ ചേർത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, മീനും മീഡിയൻ ഏതെങ്കിലും രണ്ടെണ്ണം മീനും മീഡിയനും ആണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് മോഡ് കണ്ടുപിടിക്കാം. മോഡ് മറ്റേ രീതിയിൽ ചെയ്യണമെന്ന് ഇല്ല. പ്രത്യേകിച്ച് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കേസിൽ നമ്മൾ മറ്റേതും കൂടെ അത് മോഡും കൂടെ അങ്ങനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഫോർമുല മറന്നു. അതിനെക്കാണ്ട് എളുപ്പം ഈ ഒരു മെത്തേഡുണ്ട്. അപ്പം ഇങ്ങനെയും ചെയ്യാം. നമുക്ക് അല്ലാതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സപ്പോസ് മീഡിയൻ ഇസ് ഈക്വൽ ടു 25 ആൻഡ് മോഡ് മീൻ ഇസ് ഈക്വൽ ടു 24. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ മോഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? മോഡ് ഇസ് ഈക്വൽ ടു എന്താ 3 ഫോർമുല അനുസരിച്ച് 3 മീഡിയൻ 3 ഇൻറ്റു 25 മൈനസ് 2 ഇൻറ്റു 24. അപ്പം 3 ഇൻറ്റു 25 എത്ര വരുന്നത്? 3 ഇൻറ്റു 25 75 മൈനസ് 2 ഇൻറ്റു 24 എന്ന് പറയുമ്പോഴത്തേക്കും 48. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 27. സോ മോഡ് വാല്യൂ ഇസ് 27. ഇങ്ങനെ ഏത് രണ്ട് വന്നാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുന്ന ഇൻ്റർചേഞ്ച് ചെയ്തും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, സപ്പോസ് നമ്മുടെ മീഡിയൻ്റെ വാല്യൂ 15 ആണ് ആൻഡ് മോഡിൻ്റെ വാല്യൂ 52 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് നോക്കാം. മോഡ് ഇസ് ഈക്വൽ ടു, അപ്പോൾ മോഡ് എത്രയാണ്? 52 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ എത്രയാണ്? 50 മൈനസ് 2 ഇൻറ്റു മീനാണ് നമുക്ക് അറിഞ്ഞുകൂടാക്കുക. അപ്പോൾ അത് എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടും? 52 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 150 മൈനസ് 2x എന്ന് കിട്ടും. അപ്പം ഇത് നെഗറ്റീവ് കിടക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ അതുണ്ടാവും പോസിറ്റീവ് ആവും. 2x എന്നാവും ഈക്വൽ ടു 150 മാറിയില്ല പൊസിഷൻ, അതുകൊണ്ട് അത് അവിടെ തന്നെ. അതേസമയം 52 നമ്പർ ആയതുകൊണ്ട് അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ പ്ലസ് 52 എന്തായി? മൈനസ് 52 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 2x ഇസ് ഈക്വൽ ടു 98 പറ്റും. മൈനസ് 150 മൈനസ് 52. So x is equal to 98 divided by 2 which is equal to 49. അപ്പോൾ നമ്മുടെ മീൻ വാല്യൂ എത്രയാണ്? മീൻ ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടും. നമുക്ക് ഏത് രണ്ട് വാല്യൂസ് തന്നാലും ചെയ്യാം. ആദ്യത്തത് നമ്മൾ മോഡ് കണ്ടുപിടിച്ചു, രണ്ടാമത്തത് വന്നപ്പം മീൻ കണ്ടുപിടിച്ചു. ഇനി വേണമെങ്കിൽ അടുത്ത് ഒരെണ്ണം നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കുന്നതും കൂടെ ചെയ്ത് കാണിക്കാം. നമുക്ക് മീൻ വാല്യൂ 10 എന്നും മോഡിൻ്റെ വാല്യൂ 12 എന്നുമാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മീഡിയൻ എങ്ങനെയാണ്? അപ്പോൾ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ 12 ഇസ് ഈക്വൽ ടു മോഡ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയനാണ് അറിഞ്ഞിടാത്തത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു മൈനസ് 2 ഇൻറ്റു മീനിൻ്റെ വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ 12 ഇസ് ഈക്വൽ ടു 3x മൈനസ് 20. ഇവിടെ നോക്കി, ഇതാണ് നെഗറ്റീവ് കിടക്കുന്നത്, അത് നമ്പറുമാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതെന്തായി? പ്ലസ് ആയി 20 ഇസ് ഈക്വൽ ടു 3x. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 20 പ്ലസ് 12 32 ഇസ് ഈക്വൽ ടു 3x. നമ്മൾ തിരിച്ചൊന്ന് എഴുതാം. 3x ഇസ് ഈക്വൽ ടു 30. രണ്ടും തിരിക്കുന്നതുകൊണ്ട് സൈനൊന്നും മാറുന്നില്ല. എക്സ് ഇസ് ഈക്വൽ ടു 32 ബൈ which is equal to 10.666 എന്നുള്ളത് 67 ആൻസർ. സോ ഇതാണ് ഒരു അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്. ഓക്കെ, ഇനി ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചായിരുന്നു. 0 to 10, 10 to 20, 20 to 30. ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 5, 15,
ഇതേ ക്ലാസ് തന്നെ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത് 0 to 9, 10 to 19, 20 to 20 ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കിട്ടും? 4.5, അതായത് 0 + 9 ഡിവൈഡ് ബൈ 2. അടുത്തത് 10 + 19 ഡിവൈഡ് ബൈ 2 കിട്ടും 14.5. അടുത്തത് 24.5. ഓക്കെ, ഇനി ഇതിനെ കണ്ടിന്യൂസ് ആക്കി ഈ ക്ലാസ്സിനെ കണ്ടിന്യൂസ് ആക്കുകയാണെങ്കിൽ എന്ത് വരും? -0.5 to 9.5 എന്നും 9.5 to 19.5 എന്നും അടുത്ത 19.5 to 29.5 എന്നും വരും. ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിച്ചു. മിഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പം നമുക്ക് കിട്ടുന്ന എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 9 കിട്ടും. 9 കിട്ടുമ്പോൾ 4.5. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 9.5 + 19.5 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 29 കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതിയിടുമ്പോൾ 14.5. അടുത്തത് വരുമ്പോഴത്തേക്ക് 49. അതിൻ്റെ മിഡിൽ വാല്യൂ കിട്ടുമ്പോൾ 24.5. അപ്പം നമ്മൾ ക്ലാസ്സസ് ഡിസ്കണ്ടിന്യൂസ് ആയാലും കണ്ടിന്യൂസ് ആയാലും അതിൻ്റെ മിഡ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെന്നില്ല. ക്ലാസ്സസ് നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. ക്ലാസ്സസ് നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. അപ്പം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് തന്നേക്കുന്നതെങ്കിലും നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ കണ്ടിന്യൂസ് ആക്കേണ്ട നിർബന്ധമില്ല. കാരണം മിഡിൽ വാല്യൂ എങ്ങനെയായാലും സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ മീഡിയനും മോഡും ചെയ്യുന്ന കേസിൽ ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴാണ് മീഡിയനും മോഡും ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന കേസിൽ നമ്മൾ ക്ലാസ്സസ് എന്തായിരിക്കണം? ക്ലാസ്സസ് ഷുഡ് ബി കണ്ടിന്യൂസ് കേട്ടോ. ക്ലാസ്സസ് ഷുഡ് ബി കണ്ടിന്യൂസ് എന്നുള്ളതാണ് കേട്ടോ. അതിന് നമ്മൾ സാധാരണ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ക്ലാസ്സസിനെ കണ്ടിന്യൂസ് ആക്കി കഴിഞ്ഞ് ഇതിന് പറയുന്നത് ട്രൂ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ട്രൂ ലിമിറ്റ്സ്, ട്രൂ അപ്പർ ലിമിറ്റ്, ട്രൂ അപ്പർ ലോവർ ലിമിറ്റ്. അപ്പോൾ ഈ നമ്മൾ ഫോർമുലയിൽ L+ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പറയുന്നത് ആ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കണം. അപ്പോൾ ക്ലാസ്സസ് കണ്ടിന്യൂസ് ആക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മീഡിയനും മോഡും ക്വാർട്ടൈൽ ഡീവിയേഷനും കണ്ടുപിടിക്കാൻ പറ്റും. മീനിൻ്റെ കേസിൽ അത് കണ്ടിന്യൂസ് ആക്കണമെന്നില്ല. അഥവാ ക്വസ്റ്റ്യൻ ഡിസ്കണ്ടിന്യൂസ് വരുന്നത്. നോർമലി കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളത്. അതേപോലെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോഴും എന്തായിരിക്കണം? ക്ലാസ്സസ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സംതിങ് റിലേറ്റഡ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഫോർ യുവർ നോളജ് സേക്ക്. പിന്നെ അതുപോലെ നിങ്ങളുടെ സെറ്റ് എക്സാമിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ സാധാരണ വരാറില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും